ഇതാണ് ആളൂരിന്റെ അഹന്ത പൊളിച്ച ആ കൊച്ചുമിടുക്കൻ അബാറ്റിസ്. അന്തരിച്ച BA ആളൂരിന്റെ പേരിനൊപ്പമുള്ള A എന്ന് പറയുന്നത് അൽപ്പൻ ആണെന്നാണ് ആളൂരിനെ അടുത്തറിയാവുന്നവർ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സസൂക്ഷ്മം വീക്ഷിച്ചാൽ അതേതാണ്ട് സത്യമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത നൽകിയപ്പോൾ ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. റാണി സണ്ണി എന്ന അധ്യാപികയുടേത്. പറഞ്ഞു വന്നപ്പോൾ റാണി ടീച്ചറെ എനിക്ക് നന്നായി അറിയാം. 17 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മൂത്ത മകൻ പ്രഷ്യസ് പ്രീ സ്കൂളിൽ പോയത് റാണി ടീച്ചറുടെയും ഭർത്താവ് ഡോക്ടർ സണ്ണി തൊകലിൻ്റെയും ഉടമസ്ഥതയിൽ തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിച്ചിരുന്ന മമ്മാമിയിൽ ആയിരുന്നു. റാണി ടീച്ചർ എന്നെ വിളിച്ചതിൻ്റെ കാരണം അന്തരിച്ച ആളൂരുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കാര്യം പങ്കുവയ്ക്കുവാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് രസകരം എന്ന് തോന്നുമെങ്കിലും അന്ന് ആ സംഭവം അവരുടെ മനസമാധാനം കെടുത്തിയിരുന്നു. അതെന്താണെന്ന് നമുക്ക് റാണി ടീച്ചറുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. ഞാൻ റാണിയാണ്, മമ്മാണ്ണി. ഞാനിപ്പോ വിളിച്ചതിന്റെ ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ ആളൂർ വക്കീലിന്റെ സാറിന്റെ പോസ്റ്റ് കണ്ടതേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായി, അതൊന്നും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ആളൂരുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അതെ അതെ, പറഞ്ഞു. മറ്റേ നമ്മുടെ സൗമ്യാവധ കേസിന്റെ കാലഘട്ടത്തിലെ വിധിയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഗോവിന്ദസ്വാമിനെ തൂക്കുകയറി എന്നൊക്കെ പുള്ളി ജീവപര്യന്താക്കി കൊടുത്തല്ലോ. അത് കഴിഞ്ഞ ഉടനെ യൂത്ത് ഫെസ്റ്റിവൽ വന്നു, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. അപ്പൊ അതില് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലില് മോൻ പെർഫോം ചെയ്തിരുന്നു. ഞങ്ങളുടെ ഇളയാള്, അവന്റെ പേര് ബാറ്റിസ് തൊകലത്തെന്നാണ്. അവൻ പെർഫോം ചെയ്തപ്പോ അതില് ഒരു പീസ് മോണാക്ടിലെ ഡിഫറെന്റ് സംഭവങ്ങൾ വരുമല്ലോ, അതിലൊരു പീസ് ഈ സൗമ്യ വധക്കേസായിരുന്നു. അത് തൃശ്ശൂർ വെച്ചായിരുന്നു അത് കോമ്പറ്റീഷൻ. അത് കഴിഞ്ഞപ്പോ അവനായിരുന്നു ഫസ്റ്റ്, ആ വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് അവനായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും ടിവിയിലൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസ് വന്നു. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്കെതിരെ ആളൂർ വക്കീൽ കേസ് കൊടുത്തു. ആളൂർ വക്കീലിന്റെ ജൂനിയേഴ്സ് ആണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ആ ജൂനിയേഴ്സിന്റെ പേരും പറയുന്നുണ്ടായില്ല. ജൂനിയേഴ്സ് കേസ് കൊടുത്തു പറഞ്ഞിട്ട്, അതായത് അതിന്റെ കാരണം എന്താ പറയണ വെച്ചാല് പണ്ടൊക്കെ വക്കീലന്മാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതില് ഇപ്പോ വക്കീലന്മാരുടെ വീട്ടിലിരിക്കുന്നവരെ പോലും ഇങ്ങനെ കുറ്റം വിമർശിക്കണമെന്നുള്ളത്. അതില് ഈ മോണാക്ടിൽ വന്നിരിക്കുന്നത് ആളൂർ വക്കീലിന്റെ മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. വക്കീലിന്റെ മോള് വക്കീലിനെ കുറ്റപ്പെടുത്താണ്, ഈ കേസിൽ ഇങ്ങനെ ചെയ്തു. അപ്പോ ഞാൻ ഈ സാഹചര്യത്തിൽ വന്നാലും പപ്പ ഇങ്ങനെയാണോ പെരുമാറുക, പപ്പയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? അപ്പൊ വക്കീല് പറയുന്നുണ്ട്, ഞാൻ 12 ലക്ഷം രൂപയോ മറ്റോ വാങ്ങിച്ചിട്ടാണ് അത് കേസ് വാദിച്ചത്. ജസ്റ്റ് അത് കലാഭവൻ നൗഷാദ് സാറാണ് അത് സ്ക്രിപ്റ്റും ഡയറക്ഷനും ഉണ്ടായിരുന്നത്. നല്ല ഉഗ്രം പീസായിരുന്നു, സംഭവം നല്ല ഗ്രാൻഡ് ആയിരുന്നു, ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ ഈ ന്യൂസ് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പേരൻസ് എന്നുള്ള നിലയ്ക്ക് അവനെതിരെ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി പോയി. നൗഷാദ് സാറ് പറഞ്ഞു, അതിൽ പേടിക്കാനൊന്നുമില്ല, അത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഇതിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല, വിഷമിക്കൊന്നും വേണ്ട പറഞ്ഞു സാർ ഞങ്ങളുടെ കൂടെ നിന്നു. പിന്നെ ഞങ്ങളത് തൃശ്ശൂർ തന്നെയുള്ള ഒരു വക്കീലിനെ ഏൽപ്പിച്ചു, അല്ലാതെ നമുക്ക് വേറെ നിർത്തിയില്ലല്ലോ. വക്കീലിനെ ഏൽപ്പിച്ചു. പക്ഷെ അത് അങ്ങനെ വലിയൊരു കോടതിയിൽ ഫയൽ ചെയ്തു. അന്നേരം അതിനകത്ത് ഏറ്റവും തമാശ എന്ന് പറയുന്നതാണ്, ആളൂർ വക്കീലിന് മക്കളില്ല, അദ്ദേഹം വിവാഹിതനല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഞാനിപ്പോ സാറിന്റെ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് അത് കത്തിയത്. സാർ ഇതിലെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ മിസ്സസിനെ പറ്റിയോ കുട്ടികളെ പറ്റിയോ ഒന്നും പറയണില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എന്റെ ദൈവം ഇങ്ങനെ ബാച്ചിലർ ആണോ? അങ്ങനെ ഒരു ഫീലിംഗ് മകൾക്ക്, അതായത് സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അദ്ദേഹത്തിന് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു മക്കളോ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ആളൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സെൻസിബിൾ ആയ അദ്ദേഹം അങ്ങനെ റീച്ച് കിട്ടാൻ സാധ്യതയുള്ള ഇൻസിഡന്റ് പുള്ളി വളരെ കെയർഫുള്ളി ചൂസ് ചെയ്ത് അതങ്ങ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ട്രൈക്ക് വെൻ ദ അയൺ ഈസ് ഹോട്ട് എന്ന് പറഞ്ഞ പോലെ ആ സമയത്ത് ഇദ്ദേഹം സ്ട്രൈക്ക് ചെയ്യാൻ എടുക്കണ അങ്ങനെ പെട്ടെന്ന് വൈറലാവും. സാറേ, ഇത് എല്ലായിടത്തും ഈ ചാനലിലൊക്കെ അന്ന് ഭയങ്കരമായിട്ട് യൂത്ത് ഫെസ്റ്റിവൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തിരുന്നു. ലൈവ് ടെലികാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ലൈവിലെല്ലാം സ്ക്രോള് പോവാണ് അബാറ്റിസിനെതിരെ കേസ് എന്നും പറഞ്ഞു. അപ്പൊ കാണുന്നവരെല്ലാം നമ്മളെ വിളിക്കുക, അറിയുന്നവരെല്ലാം നമ്മളെ വിളിക്കുക, എന്ത് പറ്റി എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ കൂടെ. ഇവിടെ സ്റ്റേറ്റിലേക്ക് വന്നത് തൃശ്ശൂർ വെച്ചായിരുന്നു കോമ്പറ്റീഷൻ നടന്നത്. ഇങ്ങോട്ട് വന്നത് ഞാൻ മാത്രം.
അതെ അതെ, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവല് തൃശ്ശൂർ വെച്ചായിരുന്നു ആ വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ നടന്നതും. അത് വിതിൻ 1 hour ഇത് വന്നു എന്നുള്ളതാണ്. ഈ യൂത്ത് ഫെസ്റ്റിവൽ നടന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പോയി തുടങ്ങി. ട്രോള് കേസായി എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കേട്ടോ. നമുക്ക് ഇതിനോടൊന്നും പരിചയമില്ലല്ലോ, കേസും കാര്യമൊന്നും. ഞാൻ വല്ലാതെ ടെൻസ്ഡ് ആയിപ്പോയി. പക്ഷെ സാറ് പറഞ്ഞു അതിൽ പ്രശ്നമൊന്നുമില്ല, അതിന് വിഷമിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ്. അവന് അതിലേക്കാട്ടിലെ രസം എന്താണെന്നറിയാമോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതാണ്ട് ഒരു അവാർഡ് കൂടെ കിട്ടിയപ്പോൾ. അല്ല, തീർച്ചയായിട്ടും ആ എന്താണോ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് അത് കൃത്യമായിട്ടും അത് കൺവേ ആയി, അത് ഭയങ്കര സ്ട്രൈക്ക് ആയി എന്നല്ലേ എന്നെ അതിന്റെ അർത്ഥം. അതെ 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 അതെ. അതൊരു ചെറിയ ഓഡിയൻസിൽ നിന്നും അത് വലിയൊരു ഓഡിയൻസിലേക്ക് അത് പോയി, അത് കൺവേ ചെയ്യപ്പെട്ടു. അതിന്റെ റെസിപ്രോക്കേഷൻ ആണ് ഒരു കേസ് എന്ന രീതിയിൽ അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താ, ഈ ഒരു ഹൈപ്പ് കിട്ടണം എന്ന് മാത്രമേ പുള്ളിക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ആ കേസ് അങ്ങ് വിടും. അതെ അതെ അതെ. അത് പിന്നെ അങ്ങ് പോയി, ഒന്നും ആയില്ല, നമുക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല. നമ്മളത് കേസ് ഏൽപ്പിച്ചു, അത് അതേപോലെ അങ്ങ് പോവുകയും ചെയ്തു. ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് മിസ്സസ് ഇല്ല, പുള്ളി ബാച്ചിലർ ആണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നത് ഇത് കണ്ടപ്പോഴാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ ഈ ഒരു കാര്യത്തെ പിടിച്ച് അങ്ങേര് ഇത്ര ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. ഭാര്യയും മക്കളും ഇല്ലാത്ത ഒരു പാർട്ടി മോളെ പറ്റി പറഞ്ഞെന്നും പറഞ്ഞ് അതിനെ പിടിക്കണ്ടായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നിയിപ്പോ. അത് കാരണം ഞാനൊന്ന് വിളിച്ചതാ സാറിനെ. അന്നിറങ്ങിയ ചില പത്രങ്ങളുടെ തലക്കെട്ട് ഞാൻ വായിക്കാം. നാടകാന്ത്യം കേസും കൂട്ടവും. ഗോവിന്ദച്ചാമി കലോത്സവ വേദിയിലും വിവാദ പുരുഷനായി. മോണോ ആക്ടിലെ പരിഹാസത്തിന് വിദ്യാർത്ഥിക്കെതിരെ അഭിഭാഷകൻ. കേസുകൊണ്ട് തോൽപ്പിക്കാനാവില്ല അബാറ്റിസിനെ. ഗോവിന്ദച്ചാമിയെ പറ്റിയുള്ള ഏകാംഗാഭിനയത്തിൽ 1ാം സ്ഥാനം നേടിയതിന്റെ പേരിലാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അബാറ്റിസ് ഒരു കേസിൽ പ്രതിയായത്. മോണോ ആക്ടിൽ തന്റെ കക്ഷിയെ മോശമായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിലും തൃശൂർ മുൻസിഫ് കോടതിയിലുമായി നൽകിയ 2 കേസുകളിലാണ് അബാറ്റിസ് പ്രതിയായത്. കേസുണ്ടായാലും തോറ്റുകൊടുക്കുവാൻ തയ്യാറാകാത്ത അബാറ്റിസ് ഇത്തവണയും കലോത്സവത്തിനെത്തി സമ്മാനം നേടി. ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയിൽ. 2 വർഷം മുമ്പാണ് ഗോവിന്ദച്ചാമിയുടെ കഥയുമായി അബാറ്റിസ് സ്കൂൾ കലോത്സവത്തിൽ ശ്രദ്ധേയനായത്. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ അബാറ്റിസിന്റെ പ്രകടനത്തെക്കുറിച്ച് വാർത്ത വന്നതിനെ തുടർന്നാണ് ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ അബാറ്റിസിനെതിരെ കേസ് ഫയൽ ചെയ്തത്. പ്രായപൂർത്തിയാകാത്തതിനാൽ അബാറ്റിസിനെതിരായ ഹർജികൾ കോടതി പരിഗണിച്ചിട്ടില്ല. സകുടുംബം ശ്യാമള, നമ്പർ 66 മധുര ബസ്, കാഞ്ചി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അബാറ്റിസ് റേഡിയോ ജോക്കി ഉൾപ്പെടെയുള്ള ചില ചിത്രങ്ങൾക്ക് ശബ്ദവും നൽകിയിട്ടുണ്ട്. ചാനലിലെ ഡാൻസ് റിയാലിറ്റി ഷോയിലെ വിജയിയുമായി. സണ്ണി തൊഗലത്തിൻ്റെയും റാണിയുടെയും മകനാണ് അബാറ്റിസ്. ഇനി നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് അബാറ്റിസിന് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിക്കൊടുത്ത ആളൂരിന്റെ അഹന്ത സമീപിച്ച ആ മോണോ ആക്ട് നമുക്കൊന്ന് കാണാം. നമസ്കാരം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന നീതിന്യായ വ്യവസ്ഥയെ മറികടന്ന് ഒരു കുറ്റവാളിയെ രക്ഷപ്പെടുത്താനായി 1000 നിരപരാധികളെ കൂട്ടക്കുരുതി കൊടുക്കുമ്പോഴും കറുത്ത മേലങ്കി അണിഞ്ഞ നീതിപീഠം നോക്കിച്ചിരിക്കുന്നത് പിച്ചക്കാരന്റെ കീശയിലെ ചീഞ്ഞു നാറിയ പച്ചനോട്ടുകൾ മാത്രം. പുഞ്ചിരി, ഹാ കുലീനമാം കള്ളം, നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. അച്ചോ, ആറ്റുനോറ്റ് വളർത്തിയ എന്റെ പൊന്നുമോളെ പഠിപ്പിച്ചു കെട്ടിച്ചയക്കാതെ കർത്താവിന്റെ മണവാട്ടിയാക്കാൻ മടത്തിക്കൊണ്ടാക്കിയത് തെറ്റായോ അച്ചോ? എന്നതാ തോമാച്ച സഹിക്കുക. കർത്താവായ ഈശോ മിശിഹ കുരിശിൽ കിടന്ന് മരിച്ചപ്പോഴേ അത് കണ്ടു നിന്ന പരിശുദ്ധ കന്യാമറിയം സഹിച്ചില്ലേ? എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടായോ? ഞങ്ങളൊക്കെ തെറ്റു ചെയ്ത കുറ്റമേറ്റു പറഞ്ഞ് കുമ്പസാരിക്കുന്നത് അച്ഛനോടല്ലയോ? എന്നാ അച്ഛന്മാര് തെറ്റു ചെയ്ത ആരോടാ കുമ്പസാരിക്കുക? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പള്ളിക്കാരൻ തരുന്നത് എന്താന്ന് വെച്ചാ അതും വാങ്ങിച്ചോണ്ട് തടങ്ങി ഒതുങ്ങി കഴിയാൻ നോക്കുന്നേ. ഇല്ല വക്കീലേ, എനിക്കതറിയണം. കർത്താവിനെ സാക്ഷിയാക്കി കർത്താവിന്റെ പ്രമാണങ്ങൾ ലംഘിച്ചവർ ആരൊക്കെയാണെന്ന്, അത് എന്തിനാണെന്ന്, അത് മറച്ചു പിടിക്കുന്നത് കാക്കിയാണോ അതോ ലോകയാണോ എന്ന്. ായ തമ്പുരാനെ, 47 വയസ്സിനുള്ളിൽ 47,000 കേസുകളാണല്ല ഈ തലയില്. പടച്ചവന്റെ കോടതിയിൽ ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ തൂക്കിലേറ്റു പടച്ചവനെ. ഇത് മനുഷ്യ കോടതി, ദൈവ കോടതിയുടെ വിധി പോലും മാറ്റിമറയ്ക്കാൻ കെൽപ്പുള്ള കോടതി. 12 വർഷം ഉറ്റ
വിചാരണ തടവുകാരനായി ജാമ്യം പോലും നൽകാതെ എന്തിനാണ് എനിക്ക് ഈ ശിക്ഷ? നിനക്ക് അധികാരമില്ലാത്തത് കൊണ്ട്. ഷേക്സ്പിയർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പവർ പവർ ഈസ് ഗ്രേറ്റ്. ദക്ഷിണ കേരളത്തിലെ മാടമ്പിയായ എനിക്ക് ജയിൽവാസം തികച്ചും സുഖവാസമായിരുന്നു. കണ്ടില്ലേ എന്റെ ഒരു മസിൽ പവർ? കണ്ടു. പക്ഷേ പടച്ചവന്റെ കോടതിയിൽ ഒരു നാൾ കണക്ക് പറയേണ്ടി വരും. നിനക്കും എനിക്കും. യെസ് യുവർ ഓണർ. തികച്ചും നിരപരാധിയും വികലാംഗനുമായ എന്റെ കക്ഷിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് ഈ കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. പപ്പയാണോ ആ 1.5 കയ്യിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞത്? യെസ്. 1 അല്ല 12 ലക്ഷമാ എനിക്ക് കിട്ടിയ പ്രതിഫലം. 12 ലക്ഷം. നാണമില്ലേ എന്റെ പപ്പയ്ക്ക് ഇത് പറയാൻ? എന്തിനു നാണിക്കണം? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. പാർട്ട് ഓഫ് യുവർ പ്രൊഫഷൻ. ഛേ, നാളെ പപ്പയുടെ മോൾക്ക് ഇത് സംഭവിച്ചാലും ഇത് തന്നെ പറയും അല്ലേ? മോളെ, മോളോ, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും മറപ്പാ. നിർത്തി. പപ്പയോടാ നിന്റെ ധിക്കാരം. തൊട്ട് പോവരുതന്നെ. നിങ്ങളുടെയൊക്കെ മകൾ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് അഭിമാനം 1.5 കയ്യിന്റെ വെപ്പാട്ടിയാണെന്ന് പറയുന്നതാ. മതി, എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേരളത്തിലെ അമ്മമാരുടെ നൊമ്പരം, അവരുടെ മക്കളുടെ ആത്മരോക്ഷം. നന്മ നിറഞ്ഞവരെ മിശിഹായേ, യാ റബ്ബിൽ ആലമീനായ തമ്പുരാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ മകളെ തെരുവിലിട്ട് പിച്ച് ചീതിയവരെയും അവന് വേണ്ടി മൊഴിമാറ്റിയ ഡോക്ടറിനെയും കോടതിയിൽ കള്ളസാക്ഷിയുമായി വക്കാലത്ത് പറഞ്ഞ വക്കീലിന്റെ തലയിൽ ഇടുത്തി വീഴ്ത്തലേ ഗുരുവായൂരപ്പ. ഇത് ദൈവകോടതിയുടെ വിധി. പ്രിയമുള്ളവരെ, ഗോവിന്ദചാമി ഒരു പുരുഷനായിരിക്കാം, എന്നാൽ എല്ലാ പുരുഷന്മാരും ഗോവിന്ദചാമിമാരല്ല. നന്ദി, നമസ്കാരം. അന്ന് ആളൂരിനെ വിറപ്പിച്ച ആ 9ാം ക്ലാസ്സുകാരൻ ഇന്ന് വലിയ ആളായി കേട്ടോ. അബാറ്റിസ് ഒറീസ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ PhD കരസ്ഥമാക്കി. ആളൂർ അന്തരിച്ചത് എന്ത് തന്നെയായിരുന്നു അത് എന്ന മറ്റൊരു യാദൃശ്ചികത കൂടിയുണ്ട് ഈ വിഷയത്തിൽ. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം റാണി ടീച്ചറുമായി സംസാരിക്കുവാൻ സാധിച്ചതിലും അബാറ്റിസ് ഉയരങ്ങളിലേക്ക് പോകുന്നതിലും അതിയായി സന്തോഷിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.